ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ തോതിലെങ്കിലും മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു, ഇനി വരാനിരിക്കുന്ന 3 മണിക്കൂർ ഏറ്റവും നിർണായകമാണ്. ഈ 3 മണിക്കൂറിൽ തിരുവനന്തപുരം, അതുപോലെ മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ നോക്കിക്കാണുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇടിമിന്നൽ മൂലമുണ്ടായ മരണസംഖ്യ അത് ഏവരെയും ഞെട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ മഴ പെയ്തുണ്ടായ വിനാശകരമായ സംഭവങ്ങൾ അതൊക്കെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യജീവനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും തന്നെ ജില്ലകളിൽ പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട്, പകൽ സമയത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ മഴ കാണില്ല എന്നൊരു കാരണവശാലും കരുതരുത്. ചൂടിന് ആശ്വാസമായി തന്നെ മഴ എത്തുന്നെങ്കിൽ പോലും പലയിടത്തും അത് ദുരന്തം തന്നെയാണ് വിതയ്ക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും പെയ്ത വേനൽ മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലിയുണ്ടായതിന് പിന്നാലെ വൈദ്യുത പോസ്റ്റും മരങ്ങളുമൊക്കെ തന്നെ കടപുഴകി വീണു. അതുമൂലം പല വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. എറണാകുളം വട്ടേക്കുന്നത്ത് മിന്നലേറ്റ് തെങ്ങിന് തീപിടിക്കുന്ന സംഭവം പോലും റിപ്പോർട്ട് ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ മിന്നലിനെ തുടർന്ന് 70 അടിയോളം ഉയരമുള്ള ഒരു തെങ്ങിനാണ് തീപിടുത്തമുണ്ടായത്. ഒപ്പം തന്നെ വട്ടേക്കുന്നം സ്വദേശി അബ്ദുൽ ലത്തീഫിൻ്റെ വീടിന് സമീപത്തുള്ള തെങ്ങിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ ഇന്ന് രാത്രി മുതൽ പുലർച്ചെ വരെ അതിശക്തമായ മഴ പെയ്തിറങ്ങിയിരുന്നു. പാലാരിവട്ടം MG റോഡ്, കടവന്ത്ര, വൈറ്റ്ല തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡ് മുഴുവൻ തോടാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. നഗരത്തിൽ നാശനഷ്ടങ്ങൾ വലിയ തോതിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും വെള്ളം കയറിയുണ്ടായ ബുദ്ധിമുട്ടുകൾ ഏറെ തന്നെയാണ്. ശക്തമായ മഴയെ തുടർന്നുണ്ടായ മിന്നൽ ചുഴലിയിൽ തൃശൂർ കുന്നംകുളത്ത് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാമ്പാൽ, ചിറക്കൻകാട് മേഖലയിലെ മിന്നൽ ചുഴലിയിൽ വീടുകൾ ഭാഗികമായി തന്നെ തകർന്നു. വൈദ്യുതി പോസ്റ്റും മരങ്ങളും ഒടിഞ്ഞു വീണാണ് വീടുകളൊക്കെ തന്നെ തകരാറിലായിരിക്കുന്നത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയായിരുന്നു KSEB-യും. ഇനി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേകമായി ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി 11:30 വരെ തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കന്യാകുമാരി തീരത്ത് 1.3 മീറ്റർ മുതൽ 1.4 മീറ്റർ വരെയും തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് ഈ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ മൺസൂൺ സീസൺ പ്രവചനം കൂടി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയായിട്ടുള്ള സ്കൈമെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. 2025 മൺസൂൺ മാസം അതെങ്ങനെയായിരിക്കും രാജ്യത്ത് പ്രതിഫലിക്കുക? സാധാരണ നിലയിൽ തന്നെ മഴ ലഭിക്കുമെന്നുള്ള പ്രവചനമുള്ളപ്പോഴും കേരളത്തിൽ ചില ജില്ലകളിലൊക്കെ അതിഭീകരമായ രീതിയിൽ തന്നെയായിരിക്കും മഴ പെയ്തുണ്ടാവുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസ കാലയളവിൽ ശരാശരി മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രവചനത്തിലൂടെ പറയുന്നത്. അതായത് 868.6 മില്ലിമീറ്റർ മഴയായിരിക്കും കിട്ടുക. പശ്ചിമഘട്ടത്തിലെമ്പാടും, പ്രത്യേകിച്ച് കേരളം, തീരദേശ കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ അധിക മഴയ്ക്കുള്ള സാധ്യതയും പറയുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലെ മലയോര സംസ്ഥാനങ്ങളിലും സീസണിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറഞ്ഞ മഴ തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നതെന്നാണ് ഈ പ്രവചനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സീസണിലെ ലാനിന പ്രതിഭാസം ദുർബലമാവുകയും അതുപോലെ തന്നെ ഹ്രസ്വകാലമാവുകയുമായിരുന്നു. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രം നിലനിൽക്കുന്ന ഒരു ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാനിനയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ ഇല്ലാതാകാൻ തുടങ്ങിയിരിക്കുന്നു. സാധാരണയായി മൺസൂണിനെ ദുർബലമാകുന്ന എൽനിനോയുടെ സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട്. ലാനിനെയും അതുപോലെ തന്നെ എൽനിനോ സദേൺ ഓസിലേഷനും മൺസൂണിനെ സാധാരണ നിലയിലാക്കാനായി സഹായിക്കും.
അതായത് എൻസോ ന്യൂട്രലും പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോളും ചേർന്നുകൊണ്ട് മൺസൂൺ മഴയാകട്ടെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. മൺസൂണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ടെന്നും സ്കൈമെറ്റ് തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഇപ്പോൾ സന്തുലിതാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോസിറ്റീവായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് മുന്നിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ലാനിനയിൽ നിന്നും എൻസോ ന്യൂട്രലിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം കാരണം മൺസൂൺ തുടക്കത്തിൽ തന്നെ ശാന്തമായി അനുഭവപ്പെടും. സീസണിൻ്റെ പകുതിയിൽ അതിൻ്റെ കരുത്താർജിക്കുകയും പിന്നീട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഭാഗമായി മഴ പെയ്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് സ്കൈമെറ്റിൻ്റെ പ്രവചനത്തിലൂടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടിയത്ത് ശക്തമായ മഴയിൽ ദേശീയപാതയിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ തന്നെയാണ് KSRTC ബസ് അടക്കം മുങ്ങിപ്പോകുന്ന രീതിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഏറെ യാത്രാ ദുരിതം അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഇന്നലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പരാതി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് നിന്ന് 11:30 വരെ 1 മീറ്റർ വരെയും ആലപ്പുഴ തീരത്ത് നാളെ ഉച്ചയ്ക്ക് 11:30 വരെ 0.8 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി 11:30 വരെ കന്യാകുമാരി തീരത്ത് 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും പറയുന്നു. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഏറെ ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം ഇനിയും രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അതനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും അവസാനിപ്പിക്കുക. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഒപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. മിന്നൽ മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് നേരത്തെ തന്നെ പരാമർശിച്ചതാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ പൊതുജനങ്ങൾ ദയവായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കണം. കെട്ടിടത്തിനകത്ത് തന്നെ പരമാവധി ഇരിക്കുകയും ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.